ഇന്ന് പീഠാനുഭവത്തിൻ്റെ നീതിമാന്റെ രക്തം ചിന്തിയ ക്രൂശിത സ്മരണ ദിനമാണ്. അനഭിമതരെ രാജ്യദ്രോഹിയാക്കുന്ന ഗോകുൽത്ത താഴ്വരയിലെ ക്രൂരതയുടെ ഭരണകൂടം പലയിടങ്ങളിലും പുനർജനിക്കുന്നു. ക്രൂശിക്കപ്പെടുന്നവർ അവിടെ ഒടുങ്ങില്ല, മൂന്നാം നാൾ ഉയിർക്കൊള്ളുമെന്നത് ചരിത്രം. കുരിശിൻ്റെ വഴിയിലുള്ളവരെ ബോധപൂർവം ലക്ഷ്യം വെച്ച് ഉള്ള നീക്കങ്ങൾക്കാണ് സംഘപരിവാറിന് തിരിച്ചടി ലഭിക്കുന്നത്. മണിപ്പൂരും ജബൽപൂരും സ്റ്റാൻസാമി വിഷയവുമൊക്കെയായി വേട്ട നടത്തിയവർ, ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുമക്കളെയും ചുട്ടുകൊന്നവർക്ക് ജയിലിൽ നിന്ന് മോചനം തീർക്കുന്നു. മുനമ്പത്തെ മുൻനിർത്തി വഖഫ് നിയമ ഭേദഗതി ചൂണ്ടിക്കാട്ടി ഇരകളെ തമ്മിൽ തല്ലിച്ചതിനും കിട്ടി ഉടൻ തിരിച്ചടി. വേട്ടക്കാരൻ്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞ് അവരിതാ രംഗത്തെത്തുന്നത് ശ്ലാഘനീയമായ നിലപാടാണ്. മുന്നമാരെ തിരിച്ചറിഞ്ഞ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പേറേണ്ടതിൻ്റെ അനിവാര്യത വിളിച്ചോതുന്ന കുരിശിൻ്റെ വഴിയുടെ തലസ്ഥാനത്തെ നിഷേധമടക്കം മറക്കരുത് കാസമാരെ എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക, അഭിനവ യൂദാസുമാർ അക്കൽദാമയിൽ ആത്മഹുതി ചെയ്യുന്നവരല്ല.